ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അനഘ ആൻഡ് വെൽക്കം ടു അനഘ സ്റ്റഡി വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ്. നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 2 ആണ്. നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. ഈ ഒരു പോർഷൻ വരെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇവിടെ തൊട്ട് തുടങ്ങാം. ദ ദളവ ഹൂ റേസ്ഡ് ദ പ്രൊക്ലമേഷൻ എന്നാണ് നമ്മുടെ ഹെഡിങ്. പ്രഖ്യാപനം നടത്തിയ അല്ലെങ്കിൽ ഉയർത്തിയ ദളവയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. In the previous lesson we have discussed the anti-British struggle at Attingal in 18th century and the defeat of the Dutch at the port of Kulachal. അതായത് പഴയ ഒരു പാഠത്തിൽ, പഴയെന്ന് പറഞ്ഞാൽ മുമ്പത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ബ്രിട്ടീഷിനെതിരായിട്ട് നടന്ന സമരങ്ങളും പോരാട്ടങ്ങളും. ഇപ്പം ആറ്റിങ്കലിലെ തന്നെ 18ാം സെഞ്ച്വറിയിൽ നടന്ന ആറ്റിങ്കലിലെ തന്നെ ഒരു പ്രക്ഷോഭം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കുളച്ചലിൽ വെച്ചിട്ട് ഡച്ചുകാരെ തോൽപ്പിച്ച കാര്യം, അതൊക്കെ നമ്മൾ പഠിച്ചു. ഈ രണ്ട് പ്രധാനപ്പെട്ട ഡിസിസീവായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഈവൻസ് കഴിഞ്ഞിട്ട് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ വന്ന വേറെ റെസിസ്റ്റൻസിൻ്റെ, ബ്രിട്ടീഷിനെതിരായിട്ട് വന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ചിട്ട് നോക്കാം. വേലുത്തമ്പി വാസ് ദ ദളവ or Prime Minister of Balarama Varma Maharaja who ruled Travancore. അതായത് തിരുവിതാംകൂർ ഭരിച്ച ബലരാമവർമ്മ മഹാരാജാവിൻ്റെ മന്ത്രിമാരിൽ പ്രധാനനായിരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു സ്ഥാനം വഹിക്കുന്നവർക്ക് ദളവ എന്നാണ് പറയുന്നത്. ആ ഒരു ദളവയായിരുന്നു വേലുത്തമ്പി. In 1805, through an agreement signed between English East Indian Company and the King of Travancore, marked the end of political freedom of Travancore. അതായത് 1805 ഒരു ഉടമ്പടിക്ക് എന്ത് ചെയ്തു? 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇടയിൽ എന്താണ് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. അവരൊരു ഉടമ്പടി ഒപ്പുവെച്ചു. അതോടെ തിരുവിതാംകൂറിൻ്റെ ഈ രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യം അതിനൊരു അവസാനം വന്നു എന്ന് തന്നെ പറയാം. അതായത് ആ ഭരണക്രമം മുഴുവൻ ബ്രിട്ടീഷ് റെസിസ്റ്റൻ്റായിട്ട്, അതായത് റെസിഡൻ്റ് ഇല്ലേ, അവരുടെ സ്ഥലമായിട്ട് മക്കോളയുടെ നിയന്ത്രണത്തിലായി. അതാണ് ഈ ഒരു ഇത്രയും പോർഷനിൽ പറയുന്നത്. എന്താണ്? 1805 ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് എന്തുണ്ടായി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയും തിരുവിതാംകൂറിലെ രാജാവും കൂടെ മാർക്ക് ദ എൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഫ്രീഡം ഓഫ് തിരുവിതാംകൂർ. അതെന്തിന് കാരണമായി? തിരുവിതാംകൂറിൻ്റെ ഫ്രീഡത്തിന്, സ്വാതന്ത്ര്യത്തിന്, ഒരു പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് ഒരു എൻഡ്, ഒരു അറുതി, ഒരു അവസാനം വരുത്തുന്നതിലേക്ക് കലാശിച്ചു. The administration came under the control of Macaulay. അതെന്താ പറഞ്ഞിരിക്കുന്നത്? മക്കോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? The administration came under the control of Macaulay, the British resident. ബ്രിട്ടീഷിൻ്റെ സ്ഥലമായിട്ടുള്ള മാക്കോലയുടെ അധീനതയിലാണ് എന്ത് വന്നത്? ഈ ഒരു ട്രവാൻകൂർ വന്നത്. Along with this, ഇതിനോടൊപ്പം തന്നെ മക്കോലെ ക്യാൻസൽഡ് ദ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ വേലുത്തമ്പി. വേലുത്തമ്പി ഇഷ്യൂ ചെയ്ത ഓർഡറുകളൊക്കെ ആര് ക്യാൻസൽ ചെയ്തു? മക്കോലെ ക്യാൻസൽ ചെയ്തു. അതിനൊപ്പം വേലുത്തമ്പി പുറപ്പെടുവിച്ചിരുന്ന ചില ഉത്തരവുകളൊക്കെ മക്കോലെ എന്താക്കി? ക്യാൻസൽ ചെയ്തു. ക്യാൻസലാക്കുക എന്ന് പറഞ്ഞാൽ റദ്ദാക്കി. ആൻഡ് ഇൻസിസ്റ്റഡ് ഓൺ ദ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് arrears owed to the company which led to conflict between വേലുത്തമ്പി ആൻഡ് ദ ബ്രിട്ടീഷ്. അതായത് അത് റദ്ദാക്കി. അതുമാത്രമല്ല, പിന്നെ കമ്പനിക്ക് കുടിശ്ശികയായിരിക്കുന്ന നികുതിയില്ലേ, കുടിശ്ശികയായിട്ട് അടയ്ക്കുന്ന നികുതിയില്ലേ, അത് ഉടൻ അടയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കമ്പനിക്ക് നികുതിയായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞതും ഉടനെ
ടാക്സ് അടയ്ക്കണം എന്നുള്ള കാര്യവും പറഞ്ഞു. വിച്ച് ലെഡ് ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ വേലുത്തമ്പി ആൻഡ് ദ ബ്രിട്ടീഷ്. ഇതെന്തിന് കാരണമായി? ഇതാണ് വേലുത്തമ്പിയുടെയും ബ്രിട്ടീഷിൻ്റെയും ഇടയിൽ സംഘർഷത്തിന് കാരണമായത്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സംഘർഷം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള യുദ്ധം, പ്രശ്നം എന്നൊക്കെ പറയാം. അതിന് കാരണമായത്. മനസ്സിലായോ ഇത്രയും? അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് കൊച്ചി, പാലിയത്ത് അച്ഛൻ, ഓൾസോ ഫേസ്ഡ് എ സിമിലർ എക്സ്പീരിയൻസ് വിത്ത് മക്കോലെ. വേലുത്തമ്പി entered into a secret agreement with പാലിയത്ത് അച്ഛൻ and the joint forces of Travancore and Kochi attacked Macaulay's camp in Kochi. However, Macaulay escaped from the attack. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോഴേ ഇതുപോലെ ഒരു അനുഭവം കൊച്ചിയുടെ പ്രധാനപ്പെട്ട, അതായത് മന്ത്രിമാരിൽ പ്രധാനമായിരുന്ന പാലിയത്ത് അച്ഛനും അനുഭവിക്കേണ്ടി വന്നു. മക്കോലയുടെ ഇടപെടലുകൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിൽ ആക്കി. അപ്പോൾ വേലുത്തമ്പിയും പാലിയത്ത് അച്ഛനും എന്ത് ചെയ്തു? ഒന്ന് രഹസ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സേനകൾ ചേർന്നിട്ട് മക്കോലയുടെ ക്യാമ്പ് കൊച്ചിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ആക്രമിച്ചു. അവരതിനെ അറ്റാക്ക് ചെയ്തു. പക്ഷേ മക്കോലെ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ പറയുന്നുണ്ട് ഹൗവർ മാക്കോലെ എസ്കേപ്ഡ് ഫ്രം ദ അറ്റാക്ക്. പക്ഷേ എന്തായാലും മാക്കോലെ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ അത്രയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തൊരു പാരഗ്രാഫ് നോക്കാം. ഓൺ 11th January 1809 വേലുത്തമ്പി issued a proclamation at Kundara in Travancore calling on the people to prepare for an armed struggle against the British dominance. This proclamation is known as the Kundara Proclamation. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1809 ജനുവരി 11 വേലുത്തമ്പി തിരുവിതാംകൂറിലെ കുണ്ടറ എന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? ഒരു വലിയ പ്രഖ്യാപനം നടത്തി, അല്ലെങ്കിൽ ഒരു വിളംബരം നടത്തി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കോളിംഗ് ഓൺ ദ പീപ്പിൾ ടു പ്രിപ്പയർ ഫോർ ആൻ ആംഡ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഡോമിനൻസ്. അതായത് ബ്രിട്ടീഷിൻ്റെ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ആ ഒരു ആധിപത്യമാണ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ. അത് ബേസിക്കലി ജനങ്ങളോട് പറഞ്ഞ ഒരു ആഹ്വാനമായിരുന്നു. ബ്രിട്ടീഷിൻ്റെ അധികാരത്തിനെതിരെ നമുക്ക് ആയുധ പോരാട്ടത്തിന് തയ്യാറാകണം എന്നുള്ള ആ ഒരു ആഹ്വാനമായിരുന്നു, പറഞ്ഞറിയിക്കുകയായിരുന്നു അത്. അപ്പം ദിസ് പ്രൊക്ലമേഷൻ ഈസ് നോൺ ആസ് ദ കുണ്ടറ പ്രൊക്ലമേഷൻ. ഇതിനെ കുണ്ടറ വിളംബരം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും കിട്ടിയോ? അതായത് ജനുവരി 11, 1809 വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? ഒരു പ്രഖ്യാപനം നടത്തി, ഒരു പ്രഖ്യാപനം മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ അത് ചെയ്തു. അതെവിടെ വെച്ചായിരുന്നു? തിരുവിതാംകൂറിലെ കുണ്ടറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. ബ്രിട്ടീഷിനെതിരെയുള്ള ഒരു സ്ട്രഗിളിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു വിളംബരത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? കുണ്ടറ വിളംബരം എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. എന്താ അവിടെ പറയുന്നത്? Although the Travancore king did not approve of such actions of Dalava, Veluthambi continued to fight against the British with the support of the locals. അതായത് വേലുത്തമ്പി ദളവയുടെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ, ഇങ്ങനത്തെ ആക്ഷൻസൊക്കെ, ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും രാജാവ് അംഗീകരിച്ചില്ലെങ്കിലും ആ ഒരു ജനങ്ങളുടെ, അവിടുത്തെ നാട്ടുകാരുടെ പിന്തുണയോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടീഷിനെതിരെ പോരാട്ടം കണ്ടിന്യൂ ചെയ്തു. The defeat by Company's army and the withdrawal of his ally
പാലിയത്ത് അച്ഛൻ ഫ്രം ദ അലിയൻസ് വെർ മേജർ സെറ്റ് ബാക്സ് ഫോർ ദ ദളവ. അതായത് കമ്പനിയുടെ സേനയുടെ, അതായത് കമ്പനിയുടെ സേനയില്ലേ, അവരുടെ ആ ഒരു പട, അവരുടെ സേന, അതിൻ്റെ തോൽവിയും അതുപോലെ കൂട്ടാളിയായ പാലിയത്ത് അച്ഛൻ്റെ പിന്മാറ്റമൊക്കെ വേലുത്തമ്പിക്ക് എന്തായി, ഭയങ്കര തിരിച്ചടിയായിട്ട് മാറി. അത് വല്ലാതെയാണ് ബാധിച്ചതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മോശം രീതിയിലാണ് ബാധിച്ചത്. ദ കിങ് റിമൂവ്ഡ് ഹിം ഫ്രം ദ പൊസിഷൻ ഓഫ് ദളവ. അതായത് ദളവ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു സ്ഥാനത്തിൽ നിന്നും അദ്ദേഹത്തെ എന്ത് ചെയ്തു, രാജാവ് മാറ്റി. When the joint army of Travancore and the company surrounded the house at Mannadi, where Veluthambi had sought refuge, he committed suicide instead of surrendering to the foreign power. പിന്നെ എന്താണ് ലാസ്റ്റ് സംഭവിച്ചത്? തിരുവിതാംകൂറും ബ്രിട്ടീഷും ചേർന്നിട്ടുള്ള സൈന്യം അദ്ദേഹത്തിൻ്റെ അഭയം തേടിയിരുന്ന, അതായത് അദ്ദേഹം അഭയം തേടി ഇരുന്ന ആ മണ്ണാടിയിലെ വീട്ടിനെ എന്ത് ചെയ്തു, വളഞ്ഞു. സറൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും അങ്ങ് വളഞ്ഞു. എന്നിട്ട് കീഴടങ്ങാനായിട്ട് ആവശ്യപ്പെട്ട് കാണും. പക്ഷേ എന്ത് സമ്മതിച്ചില്ല, കീഴടങ്ങിയില്ല. അദ്ദേഹം അതിനു പകരം എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അതായത് വിദേശ അധികാരത്തിന് അല്ലെങ്കിൽ ഫോറിൻ പവറിന് കീഴടങ്ങുന്നതിന് പകരം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോർഷനാണ് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം. വേലുത്തമ്പിയുടെ പ്രവർത്തനങ്ങൾ രാജാവ് അംഗീകരിച്ചില്ലെങ്കിലും നാട്ടുകാരുടെ പിന്തുണയോടെ അദ്ദേഹം എന്ത് ചെയ്തു, ബ്രിട്ടീഷിനെതിരെ പോരാട്ടം തുടർന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ സേനയുമായുള്ള തോൽവിയും പിന്നെ കൂട്ടാളിയായിട്ടുള്ള പാലിയത്ത് അച്ഛൻ്റെ പിന്മാറ്റവും ഒക്കെയാണ് വേലുത്തമ്പി ദളവയ്ക്ക് ഭയങ്കര തിരിച്ചടിയായിട്ട് വന്നത്. അതിനുശേഷം രാജാവ് അദ്ദേഹത്തെ ദളവ എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്നും നീക്കം ചെയ്തു. പിന്നെന്താ, അവസാനമായിട്ട് തിരുവിതാംകൂറും ബ്രിട്ടീഷും ചേർന്ന സൈന്യം അദ്ദേഹത്തിൻ്റെ മണ്ണടിയിലെ ആ വീടിൻ്റെ അവിടെ മൊത്തം വളഞ്ഞ് കീഴടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്തു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഫോറിൻ പവറിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ഓക്കെ, അത്രയും കാര്യമാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പോർഷനിലേക്ക് പോവാം. ഇവിടെ സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് നോക്കി പോവാം കേട്ടോ. കുണ്ടറ പ്രൊക്ലമേഷനെ പറ്റിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. Through this proclamation, Veluthambi, the Dalawa of Travancore, called upon the royalists and patriots to take up arms and prepare for a fight against the British, who claimed to be protecting Travancore, but in reality they were plundering our land, and if they continued, the kingdom would be destroyed. കുണ്ടറ പ്രൊക്ലമേഷൻ്റെ ആ ഒരു വഴി എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ദളവൻ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ദളവയായിട്ടുള്ള വേലുത്തമ്പി രാജവാദികളെയും അതുപോലെ ദേശഭക്തരെയും ഒക്കെ ആയുധമെടുത്തിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരാളാണെന്നുള്ള കാര്യം അറിയാം. അതുപോലെ ആൾക്കാരോടൊക്കെ വിളിച്ചു കൂട്ടി അവരെ അറിയിക്കുകയാണ്, ഇതിനെതിരെ പോരാടാൻ തയ്യാറാകാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രൊക്ലമേഷനാണ് കുണ്ടറ പ്രൊക്ലമേഷൻ. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറെ സംരക്ഷിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്യുമായിരുന്നു, നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നാടിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത്. വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന പോർഷനേ ഉള്ളൂ. ഓക്കെ, ഇനി കൊച്ചി ആൻഡ് പാലിയത്ത് അച്ഛൻ എന്നുള്ള പാളിയത്താണോ എന്നൊരു പ്രൊനൗൺസിയേഷൻ ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വായിക്കാം. കൊച്ചി ആൻഡ് പാലിയത്ത് അച്ഛൻ, നമുക്കവിടെ നോക്കാം. കൊച്ചി ആൻഡ് പാലിയത്തച്ഛൻ. We have discussed the alliance formed by Paliyathachen, the Prime Minister of Kochi, with Travancore. Let us examine what circumstances promoted him to fight against the British. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്.
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. പാലിയത്തച്ഛൻ എന്ന് പറയുന്ന ആൾ കൊച്ചിയുടെ പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരിൽ പ്രധാനനായിട്ടുള്ള ആൾ അല്ലേ. അപ്പോൾ അദ്ദേഹം ദളവ എന്നും അറിയപ്പെടാം. അപ്പം കൊച്ചിയിലെ എന്തോടൊപ്പം തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആ ഒരു വേർഡ് കേട്ടോ. ട്രാവൻകൂറിൻ്റെ തിരുവിതാംകൂറുമായി ചേർന്ന് കൂട്ടുകെട്ടുണ്ടാക്കിയതായിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം. ഇനി അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പാലിയത്തച്ഛൻ had opposed the interference of the British resident Macaulay in the internal affairs of Kochi. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്, ബ്രിട്ടീഷ് സ്ഥലമായിട്ടുള്ള മക്കോളെ കൊച്ചിയുടെ ആന്തരിക കാര്യങ്ങളിലൊക്കെ, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് പാലിയത്തച്ഛൻ എന്ത് ചെയ്തു? എതിർത്തു. ഒപ്പോസ് എന്ന് പറഞ്ഞാൽ എതിർത്തു. Besides, Macaulay gave shelter to an enemy of പാലിയത്തച്ഛൻ which worsened the situation. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അതിനു പുറമെ ആയിട്ട് മക്കോലെ എന്ത് ചെയ്തു? പാലിയത്തച്ഛൻ്റെ ശത്രുവിന് അഭയവും നൽകി അല്ലേ. അഭയം നൽകുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഗേവ് ഷെൽട്ടർ, അഭയം നൽകുക, ടു ആൻ എനിമി, ശത്രുവിന്. ആരുടെ? പാലിയത്തച്ഛൻ്റെ. അതാണ് കൂടുതൽ ഈ ഒരു സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. വിച്ച് വേഴ്സൺഡ് ദ സിറ്റുവേഷൻ, സ്ഥിതിയെ വഷളാക്കിയത് അതാണ്. Then പാലിയത്തച്ഛൻ joined hands with വേലുത്തമ്പി and launched a struggle against the British. എന്നിട്ട് എന്ത് സംഭവിച്ചു? തുടർന്നിട്ട് പാലിയത്തച്ഛൻ വേലുത്തമ്പിയുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷിനെതിരെ പോരാട്ടം ആരംഭിച്ചു. Although he resisted the British strongly. അതായത് എന്നാലോ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടീഷുകാരെ പരമാവധി റെസിസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു, തടഞ്ഞിരുന്നു. എന്നാലും he was eventually exiled to Madras by the British. ബ്രിട്ടീഷ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ മദ്രാസിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. ഒടുവിൽ ബ്രിട്ടീഷ് അദ്ദേഹത്തെ മദ്രാസിലേക്ക് എക്സൈൽ ചെയ്യുക, മദ്രാസിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സർക്കംസ്റ്റാൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ബ്രിട്ടീഷിനെതിരെ ആവാൻ വന്ന സർക്കംസ്റ്റാൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക കേട്ടോ, ഇതാ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കുറിച്യർ റെബല്യൻ, എ ഹീറോയിക് സ്റ്റോറി ഓഫ് റെസിസ്റ്റൻസ്. കുറിച്യർ കലാപത്തെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു കലാപത്തെ പറ്റി ഈ ടെക്സ്റ്റ് തന്നെ പറയുന്നത് എന്താണ്? എ ഹീറോയിക് സ്റ്റോറി ഓഫ് റെസിസ്റ്റൻസ്, ഒരു വീരപ്രതിരോധത്തിൻ്റെ കഥയാണ്. നമുക്ക് നോക്കാം. ഫിഗർ 8.6 depicts the tribal people fighting against the British with traditional weapons. Why did the tribal people fight against the British? Let us examine it. 8.6 എന്ന് പറയുന്ന ഫിഗറിനകത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? പരമ്പരാഗതമായിട്ടുള്ള ആയുധങ്ങളുമായിട്ട് ബ്രിട്ടീഷിനെതിരെ പോരാടുന്ന ആദിവാസ ജനതയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. നോക്കിക്കേ, കണ്ടോ, ബ്രിട്ടീഷുകാർക്കെതിരെ ട്രഡീഷണൽ ടൂൾസുമായിട്ട് നിൽക്കുന്ന ട്രൈബൽ പീപ്പിൾസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Why did the tribal people fight against the British? ഇവർ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷിനെതിരെ പോരാടിയത്? Let us examine it. നമുക്ക് നോക്കാം അല്ലേ, നമുക്ക് അതിനെപ്പറ്റി നോക്കാം. The Kurichar and Kurumbar are tribal groups in വയനാട്. വയനാട്ടിലെ കുറിച്യറും കുറുംബർ എന്നൊക്കെ പറയുന്ന എന്താണ്? പ്രധാനപ്പെട്ട രണ്ട് ആദിവാസി സമൂഹങ്ങളാണ്. The British considered them enemies after they supported പഴശ്ശി in this rebellion. അവർ പഴശ്ശി രാജയെ
പിന്തുണച്ചതിനാൽ, സപ്പോർട്ട് ചെയ്തതിനാലാണ് എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാർ ഇവരെ ശത്രുക്കളായിട്ട് കണക്കാക്കിയത്. Let us look at the measures the British took against the Kurichar and Kurumbar. കുറിച്യർക്കും കുറുംബർക്കും എതിരായിട്ട് ബ്രിട്ടീഷ് എടുത്ത കാര്യങ്ങൾ അല്ലേ, ബ്രിട്ടീഷ് ചെയ്ത കഠിന നടപടികൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. The tribal people tract of land were seized. എന്താണ് ആദ്യം തന്നെ നടന്നത്, ബ്രിട്ടീഷുകാർ ഈ സമൂഹങ്ങൾക്കെതിരെ കഠിന നടപടികൾ സ്വീകരിച്ചു അല്ലേ, ഇവരുടെ എതിരെ കഠിനമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. They were not allowed to continue their traditional methods of farming. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതികൾ തുടരാനായിട്ട് അവരെ അനുവദിച്ചില്ല. The British demanded money instead of goods as tax. സാധനങ്ങളായിട്ടായിരുന്നു അവർ നികുതി അടയ്ക്കുന്നത്, അതിനു പകരം പണം നികുതിയായിട്ട് ആവശ്യപ്പെട്ടു, ഡിമാൻഡ് ചെയ്യുക, ആവശ്യപ്പെടുക. The Kurichar Rebellion began in 1812. 1812 കുറിച്യർ റെബല്യൻ പൊട്ടിപ്പുറപ്പെട്ടത്. The tribal people fought against the British by taking control of the routes to Wayanad and by gaining local support. എന്താണ്, ആദിവാസികൾ വയനാട്ടിലേക്കുള്ള വഴികൾ നിയന്ത്രണത്തിലാക്കി നാട്ടുകാരുടെ പിന്തുണയോടെ ബ്രിട്ടീഷിനെ നേരിട്ടാണ് എതിർത്തത്, ഡയറക്റ്റ് ആയിട്ടാണ് അവർ എതിർത്തത്. രാമനമ്പി ഓർ രാമമൂപ്പൻ വാസ് ദർ ലീഡർ. അവരുടെ ലീഡർ ആരായിരുന്നു, അവരുടെ നേതാവ് രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ എന്ന് പറയുന്ന ആളായിരുന്നു. They directly attacked the British army stationed at സുൽത്താൻ ബത്തേരി ആൻഡ് മാനന്തവാടി. എന്താണ്, സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലുമുള്ള ബ്രിട്ടീഷുകാർ, അവരവിടെ നിന്നിരുന്ന ബ്രിട്ടീഷുകാരെ നേരിട്ടാണ് ഇവർ ആക്രമിച്ചത്. But the British suppressed the Kurichar rebellion by bringing in more soldiers from other places. അവർ പക്ഷേ പിന്നീട് ബ്രിട്ടീഷുകാർ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അധിക സൈന്യത്തെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കലാപത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും വരെ മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. എവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ദളവ ഹൂ റൈസ്ഡ് ദ പ്രൊക്ലമേഷൻ തൊട്ടിട്ട് ഇനി നമുക്ക് നോക്കാൻ വരുന്നത് പെസൻറ്റ് ഡിസ്കോണ്ടൻറ്റും ലെഡ് ടു റെബല്യൻ, അവിടെ തൊട്ടാണ് നോക്കാനുള്ളത്. അപ്പോൾ ബൈ ഗായ്സ്, പാർട്ട് 2 ഇവിടെ അവസാനിക്കുന്നു. പാർട്ട് 3യുമായിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ബൈ, സീ യു.